ARTOWZിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇതുപോലുള്ള ലോഗോകൾ പല മോഡലുകളിലുള്ള 3D ലുക്കിലേക്ക് മാറ്റുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലോഗോ മോക്കപ്പ് എന്നാണ് ഇങ്ങനെ ചെയ്യുന്നതിന് സാധാരണയായിട്ട് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഫ്രീപിക്ക് എന്ന സൈറ്റിൽ കയറിക്കൊണ്ട് ലോഗോ മോക്കപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഒരുപാട് മോഡലുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ കാണുന്ന ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ലോഗോയുടെ ഭാഗത്ത് നമ്മുടെ ലോഗോയും നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ കാണുന്ന ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡായിട്ട് ലഭിക്കുന്നതാണ്. ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു രൂപത്തിലോ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലൊക്കെയുള്ള സിപ്പ് ഫയലുകളായിട്ടായിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള സിപ്പ് ഫയലുകളെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആ ഫയലിൻ്റെ മുകളിൽ മൗസ് വെച്ച് കൊടുക്കുന്നു. മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ ഈ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. സിപ്പ് ഫയൽ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിലും അത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കാർഡ് രൂപത്തിലോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു സിപ്പ് ഫയൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഫോൾഡർ രൂപത്തിലായിരിക്കും അത് ലഭിക്കുക. ശേഷം ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൽ കാണുന്ന ആ ഒരു PSD ഫയൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ആ ഒരു ഫയൽ ഞാൻ എൻ്റെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ലെയർ ബോക്സിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റീപ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് ലെയർ നമുക്ക് കാണാവുന്നതാണ്. ആ ലെയറിൻ്റെ ഈ ഒരു ഇമേജിൻ്റെ ഭാഗത്തായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഇതേപോലെ പുതിയൊരു ടാബിൽ ഓപ്പൺ ആവുന്നതാണ്. ഇപ്പോൾ ഇതേപോലെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ശേഷം ഒന്നുകൂടെ ലെയർ ബോക്സിലേക്ക് പോകുന്നു. ഇവിടെ റീപ്ലേസ് ദിസ് ലോഗോ എന്ന ഒരു ലെയർ നമുക്ക് കാണാവുന്നതാണ്. അതിലും ഈ ഒരു ലെയറിൻ്റെ പിക്ചറിൻ്റെ ഭാഗത്തായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഒരു ലോഗോയുടെ ലെയർ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ലോഗോ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 3D രൂപത്തിലേക്ക് മാറ്റുന്നത്. അതിനുവേണ്ടി ഞാൻ കീബോർഡിൽ Ctrl+O എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ലോഗോ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ലോഗോ ഓപ്പൺ ആയിരിക്കുകയാണ്. ശേഷം സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് ഈ ഒരു ലോഗോ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ കോപ്പി ആവുന്നതാണ്. ശേഷം ആ ഒരു ലോഗോയുടെ ലെയറിലേക്ക് തന്നെ പോകുന്നു. കീബോർഡിൽ Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ ഇവിടെ പേസ്റ്റ് ആവുന്നതാണ്. ശേഷം കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഗോയ്ക്ക് ചുറ്റും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പോയിന്റുകൾ ലഭിക്കുന്നതാണ്. ശേഷം ഞാൻ ഈ ലോഗോ ഒന്ന് നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ആദ്യത്തെ ലോഗോയുടെ മുകളിലായിട്ട് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ലെയർ ബോക്സിൽ പോയിക്കൊണ്ട് ആദ്യത്തെ ലോഗോ ഒന്ന് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ലോഗോ മാത്രമാണ് ഇവിടെയുള്ളത്. ശേഷം കീബോർഡിൽ Ctrl+S എന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ റീപ്ലേസ് ദിസ് ലോഗോ എന്ന് പറയുന്ന ആ ഒരു ഫയൽ തന്നെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ ആ ഒരു ലോഗോയുടെ ഭാഗത്ത് റീപ്ലേസ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത്തരത്തിൽ ലോഗോ മോക്കപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഫയലുകൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.